ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നബിമാരോടൊപ്പം സഹാബാക്കളോടൊപ്പം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വലിയ സൗഭാഗ്യത്തിന് വേണ്ടി എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യാസീനിലെ 50 ആയത്തുകൾ പൂർത്തിയായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പല ഉദാഹരണങ്ങളും അള്ളാഹുവിൻ്റെ പല ദൃഷ്ടാന്തങ്ങളും ഈ സൂറത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അവസാനം മക്കത്തെ മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന ഒരു ഭാഗം, നീ പറയുന്നത് സത്യമാണെങ്കിൽ ആ അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതെപ്പോഴാണ് സംഭവിക്കുക? ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ അള്ളാഹു അതിന് മറുപടി പറയാണ്, മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദതൻ തഅഖുദുഹും വഹും യഖിസിമൂൻ. അവർക്ക് ഈ ഖുർആൻ്റെ ആയത്തുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങളും അതൊന്നും തിരിയൂല, മനസ്സിലാകൂല. അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അവർ ആ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവരെ പിടികൂടുന്ന ഒരു ശബ്ദമാണത്. അഥവാ ഇസ്രാഫീൽ കാഹളത്തിൽ ഊതുന്ന ആ സന്ദർഭം. ആ സമയം അത് പെട്ടെന്നാണ് വരിക. ഖിയാമത്ത് നാൾ പെട്ടെന്ന് പൊടുന്നനെയാണ് ഉണ്ടാവുക. അതിൻ്റെ അടയാളങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. അള്ളാഹു അതിൻ്റെ ആ പെട്ടെന്നുള്ള സംഭവത്തെ അള്ളാഹു വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലാനോ അല്ലെങ്കിൽ മരണത്തിന് മുമ്പായിട്ട് കുടുംബങ്ങൾക്ക് വസിയത്ത് നൽകാനോ കഴിയാത്ത രീതിയിൽ പെട്ടെന്ന് പൊടുന്നനെ അത് സംഭവിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. വനുഫിഖ ഊതപ്പെട്ടാൽ, ഫിസ്സൂരി കാഹളത്തിൽ ഊതപ്പെട്ടാൽ, അത് രണ്ടാമത്തെ ഊത്താണ്, എല്ലാവരും എഴുന്നേറ്റ് വരാനുള്ള ഊത്ത്. ഫഇദാഹും അപ്പോഴത് അവർ മിനൽ അജ്ദാഥി ഖബറുകളിൽ നിന്നും ഇലാ റബ്ബിഹിം യൻസിലൂൻ അവരുടെ റബ്ബിലേക്ക് പെട്ടെന്ന് ധൃതിപ്പെട്ട് റബ്ബിലേക്ക് പാഞ്ഞെടുക്കുന്നവരാണ് അവർ. ആദ്യമായി ഖബർ പിളർന്ന് പുറത്തേക്ക് വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായി ഖബർ ഭൂമി പിളർത്തി ഖബറിൽ നിന്നും പുറത്തു വരുന്നത് ഞാനാണ്. ഞാൻ പുറത്ത് വന്ന് ഞാൻ കാണുന്നത് മൂസാ നബി അലൈഹിസ്സലാം അർശിൻ്റെ ഒരു ഭാഗത്ത് പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിചാരിക്കുന്നു മൂസ ആദ്യത്തെ ആ ബോധം കടലിൽ ഈ നമ്മൾ ബോധം കെട്ട സമയം അത് പകരത്തിന് പകരമാക്കി. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രകാശം കണ്ടപ്പോഴേക്കും എന്ത് ചെയ്തു? ബോധരഹിതനായി വീണു.
അത് നമ്മൾ ഈ ആദ്യത്തെ ഊത്തിൽ ബോധരഹിതരായി വീണപ്പോൾ അതിന് പകരമായിട്ട് മൂസ അങ്ങനെ പകരമാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ മനുഷ്യരുടെ അഥവാ ഖുർആനെയും ഹദീസിനെയും കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹ് പറയാണ്. അതിന് അള്ളാഹു പുതിയൊരു ഭാഗത്തേക്ക് കടന്നു. ഇതുവരെ കുറേ ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ മനുഷ്യർ കാണുകയും അവനക്ക് അനുഭവിക്കാനും കഴിയുന്ന കുറേ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു, അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ. ഇനി അങ്ങോട്ട് അള്ളാഹു മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്, പരലോകത്തേക്ക്, ആഖിറത്തിലേക്ക് പോവാണ്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹ് പറയാണ് ഓരോ രംഗങ്ങൾ, ആഖിറത്തിലേക്ക് സംഭവിക്കാനിരിക്കുന്ന ഓരോ രംഗങ്ങൾ അള്ളാഹു പറയാണ്. അവർ ആ കാഹളത്തിൽ ഊതപ്പെട്ടപ്പോൾ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് പോകും. ആ സമയത്ത് അവർ പറയും ഖാലു, അവർ പറയും യാ വൈലന, നമ്മുടെ നാശമേ. ഖേദിക്കും, മനുഷ്യൻ ഖേദിക്കുന്നൊരു സമയമാണിത് കണ്ട്. അഥവാ ഇത്രയും നാൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയം മുന്നറിയിപ്പ് നൽകി, താക്കീതുകൾ നൽകപ്പെട്ടു, ഇങ്ങനൊരു ദിവസം വരാനുണ്ട്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എങ്ങനെ ജീവിച്ചാലും, എത്ര ആരോഗ്യത്തോടെയും എത്ര സുഖസൗകര്യത്തോടെയും ഭൂമിയിൽ ജീവിച്ചാലും ഒരു ദിവസം നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. ആ മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം അള്ളാഹ് പറയാണ് വത്തഖു യൗമൻ, ഒരു ദിവസത്തെ സൂക്ഷിച്ചോ. നീ എന്ത് ചെയ്താലും, എത്ര ഖുർആൻ്റെ ആയാത്തുകൾ നിനക്ക് മുമ്പിൽ ഓതിയിട്ട് നീ അത് തള്ളിക്കളഞ്ഞു, റസൂലിൻ്റെ ഹദീസുകൾ പറഞ്ഞു അതും തള്ളിക്കളഞ്ഞു, എന്നിട്ട് നീ നിൻ്റെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ സഞ്ചരിക്കാൻ മുന്നോട്ട്. നീ എങ്ങനെ ജീവിച്ചാലും വത്തഖു യൗമ, ഒരു ദിവസത്തെ നീ സൂക്ഷിച്ചോ. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസം. വല്ലാത്ത ദിവസമാണത്. നമുക്കൊന്നും മനസ്സുകൊണ്ട് കണക്കൂട്ടാൻ കഴിയാവുന്നതിലും അപ്പുറമാണ് അതിൻ്റെ ആ ഭയാനകത. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അടിമകളോട് പറഞ്ഞു വത്തഖു യൗമൻ, ആ ദിവസത്തിൽ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കൂല, സുഖമായിരിക്കൂല, അന്ന് ആരും ഉണ്ടാവില്ല. പ്രവാചകന്മാർ, അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ് അല്ലേ? അതിനിടയ്ക്ക് നമ്മളോ മറ്റുള്ളവരെ പ്രതീക്ഷിക്കുകയാണ്, മറ്റുള്ളവരുടെ ഷഫാഅത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മളെപ്പോലെ ബലഹീനരായ മനുഷ്യരുടെ ഷഫാഅത്ത്, അള്ളാഹിൻ്റെ അടുക്കൽ എനിക്ക് അവർ ഷഫാഅത്ത് പറയുമെന്നുള്ള ആ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. പക്ഷെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രംഗം നാളെ ആഖിറത്തിൽ മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യും? ആദം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് പറയും, ആദം, താങ്കൾ ആദ്യത്തെ മനുഷ്യനാണ്, സ്വർഗത്തിലാണ് താങ്കളെ സൃഷ്ടിച്ചത്. അള്ളാഹു തൻ്റെ കൈകൾ കൊണ്ടാണ് താങ്കളെ സൃഷ്ടിച്ചത്. എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ഒന്ന് ഷഫാഅത്ത് ചെയ്യണം, പെട്ടെന്നൊന്ന് തീരുമാനമാക്കാൻ. ആദം നബി അലൈഹിസ്സലാം അന്ന് പറയുന്ന വാക്കുണ്ട്, ഇന്ന് എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ പേടിയാണ്, എൻ്റെ റബ്ബിന് അത്രയും കോപത്തിലാണ്, ദേഷ്യത്തിലാണ്. ആര് പറയുന്നത്? ആദം നബി അലൈഹിസ്സലാം. നിങ്ങൾ ഇബ്രാഹിമിൻ്റെ അടുക്കലേക്ക് പോകും, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കും. എല്ലാവരും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് പറയും, യാ നൂഹ്, നിങ്ങൾ മനുഷ്യ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ്, ആദ്യത്തെ റസൂലാണ്, നിങ്ങൾ ആദ്യത്തെ റസൂലാണ്, നിങ്ങൾ നമുക്ക് അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം. എന്താ പറയുന്ന വാക്ക്? ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ അതേപോലെ നൂഹ് നബി അലൈഹിസ്സലാമും പറയും, ഇന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ എനിക്ക് പേടിയാണ്, അള്ളാഹു അത്രയും ദേഷ്യത്തിലാണ്, നിങ്ങൾ മൂസാൻ്റെ അടുക്കിലേക്ക് പോയിക്കോ. എല്ലാവരും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് വരും. മൂസാ നബി അലൈഹിസ്സലാമും പറഞ്ഞേക്കും. എല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് വരും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജനങ്ങൾ പറയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖലീലാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം, ഒന്ന് പെട്ടെന്നൊന്ന് തീരുമാനമാക്കി തരാൻ. മഹ്ശറിൽ നിന്നിട്ട് പ്രയാസം, അത്രയും പ്രയാസമാണ് മഹ്ശറിൽ നിൽക്കാൻ. ആ മഹ്ശറയിൽ നിന്ന് പെട്ടെന്ന് തീരുമാനമാക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഷഫാഅത്ത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, ഇല്ല, ഇന്ന് എനിക്ക് നഫ്സി നഫ്സി, ഇന്ന് എന്നെ എനിക്കെന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ ദേഷ്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം. അഥവാ ആഖിറത്തിൽ ഓരോ നബിമാർ പോലും സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ നെട്ടോട്ടോടുന്ന സമയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു രംഗം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ ആഖിറത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാകുന്നത് തൻ്റെ 2 കാൽമുട്ടിൽ നിന്ന് 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, അല്ലാഹുമ്മ സല്ലിം, അള്ളാഹുവെ ഒന്ന് രക്ഷപ്പെടുത്തിത്താൻ. നാളെ മഹ്ശറിലെ രംഗാണ്. മഹ്ശറിൽ നബിമാരുടെ അവസ്ഥയാണിത്. അവസാനം എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരും. അള്ളാഹിൻ്റെ റസൂലെ, താങ്കൾ നമുക്ക് വേണ്ടി അള്ളാഹിൻ്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനതിന് നിയോഗിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അർശിൻ്റെ താഴ്ഭാഗത്ത് സുജൂദിലായിട്ട് വീഴും. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്തിന് അനുവാദം കൊടുക്കുന്നത്. ഇന്ന് നമ്മളെ അവസ്ഥ എന്താ? അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക്, അത് നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ച ആളിലേക്ക് നമ്മളെല്ലാം അർപ്പിക്കാണ്, എല്ലാം ഏൽപ്പിക്കാണ്. ആ ഷെയ്ഖ് ഇന്ന് എൻ്റെ കാര്യം ഏറ്റെടുത്തു, ആ വലിയ എൻ്റെ കാര്യം ഏറ്റെടുത്തു. അതിനു വേണ്ടി കുറേ കോപ്രായങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യും. അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ടോ അല്ലെങ്കിൽ നേർച്ച വഴിപാടുകളായിട്ടോ അവരുടെ പേരിൽ പലതും നാം ചെയ്തു വെക്കും. എന്നിട്ട് നാം പ്രതീക്ഷിക്കുന്നു, നാം ആഗ്രഹിക്കുന്നു ആ വലിയ ആ മഹാൻ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ അടുക്കൽ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യും, എനിക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. എത്ര വലിയ അധപ്പതനത്തിലാണ് നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. നാം ദീനിൽ നിന്ന് എത്രയോ വിദൂരത്താണ്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എത്രയോ വിദൂരത്തിലാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാ മുർസലീങ്ങളുടെ അവസ്ഥയാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞിരുന്നത്. സഹിയായ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ നബിമാരുടെ അവസ്ഥ റസൂൽ അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ച സാധാരണ ആൾക്കാർ, അവരിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര മൂഢത്തരമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. അത് പ്രിയമുള്ളവരെ, യഥാർത്ഥ ദീൻ മനസ്സിലാക്കുക. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും. നമ്മൾ സൂറത്ത് യാസീനല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ കുറേ ഓതി നമുക്ക് പരിചയമുള്ള സൂറത്താണ് അല്ലേ? ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനപ്പാടുണ്ടാവും. ആയത്തുകൾ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലുകൾ ഇങ്ങനെ വരും ആയത്തുകൾ. കാരണം ചെറുപ്പത്തിലേ ഓതി ശീലിച്ച ആയത്തുകളാണ്. അതിൻ്റെ അർത്ഥം പോലും അറിയാനാണ് ഇത്രകാലം ജീവിച്ചതെന്ന് ഓർക്കുമ്പോൾ എത്ര ലജ്ജയുണ്ടോ നമ്മുടെ മനസ്സിന്. ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ഞാൻ ഖുർആൻ്റെ ആളാണ്, ഖുർആനാണ് എൻ്റെ കിതാബ് എന്നും പറഞ്ഞ് ചെറുപ്പത്തിലെ പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പേ ഓതി തുടങ്ങിയ സൂറത്താണ് സൂറത്ത് യാസീൻ. ഈ 10, 25, 60, 30, 40 വയസ്സായിട്ട് ആ സൂറത്ത് യാസീൻ്റെ അർത്ഥം പോലും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഖുർആനും നമ്മളും തമ്മിൽ എത്ര ബന്ധമുണ്ട് എന്നുള്ളത് വലിയ മൂഢത്തരമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദീനുമായിട്ട് വലിയ അകൽച്ചയിലാണുള്ളത്. തിരുത്തണം, പഠിക്കണം. ഖുർആൻ പഠിക്കുമ്പോഴേ ആ ഖുർആൻ നമുക്ക് എങ്ങനെയാണ് വഴികാട്ടിയാകുന്നത്, ആ ഖുർആൻ എങ്ങനെയാണ് നമ്മുടെ കിതാബാകുന്നത്, നമ്മുടെ ജീവിതമാകുന്നത് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കണം. വെറുതെ ഇങ്ങനെ അതിൻ്റെ അക്ഷരങ്ങൾ ഓതുന്ന കൂലിയുണ്ട്. ഓരോ ഹർഫിനും 10 കൂലിയായിട്ട് അള്ളാഹു നൽകും. ആ അക്ഷരങ്ങൾ അങ്ങനെ ഓതി തീർത്താൽ ആ ഖുർആൻ എങ്ങനെയാണ് നമ്മുടെ കിതാബാകുന്നത്, ആ ഖുർആൻ എങ്ങനെയാണ് നമ്മുടെ വഴികാട്ടിയാകുന്നത്, ആ ഖുർആൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതമാകുന്നത്? കഴിയില്ല. അതിനർത്ഥം പഠിക്കാതെ, ആ ഖുർആൻ നമ്മോട് എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ ആ ഖുർആൻ കൊണ്ടുള്ള പൂർണ്ണ ഉപകാരമെടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. അത് പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കുക എന്നുള്ളത് അത്രയും അത്യാവശ്യമായ കാര്യമാണ്. എന്നാലും നമ്മുടെ ദീൻ നമുക്ക് തിരിയുള്ളൂ. നാം എന്തിനാണ് ജീവിക്കുന്നത്, ഇനി എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്ന് തിരിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഖുർആൻ പഠിച്ചേ മതിയാവും. യഥാർത്ഥ സത്യമായ ദീൻ മനസ്സിലാക്കണമെങ്കിൽ. കാരണം അത് ഖുർആനിനെ കിട്ടൂലൂ. യഥാർത്ഥ ദീൻ കിട്ടണമെങ്കിൽ എവിടുന്ന് കിട്ടണം? ഖുർആനിനെ കിട്ടുള്ളൂ. മറ്റൊരു കിതാബിൽ നിന്നും യഥാർത്ഥ ദീൻ കിട്ടൂല. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രമാണ് യഥാർത്ഥ ദീൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഖാലു, അവർ പറയും, യാ വൈലന, നമ്മുടെ നാശം, മൻ ബഅസന മിൻ മർഖദിന, നമ്മൾ ഈ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന്, ഖബറിൽ നിന്നും ആരാണ് നമ്മുടെ പുറത്തേക്ക് കൊണ്ടുവന്നത്? അവരിങ്ങനെ വിലപിക്കും. കാരണം ഖബറിൽ ചെറിയ ശിക്ഷയാണ്, ആ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിയാമത്ത് നാളിൻ്റെ തൊട്ട് മുമ്പായിട്ട്, ആ ഇസ്രാഫീൽ കാഹളത്തിൽ ഊതുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യും? ഖബറാളികളൊക്കെ ഒന്ന് ഉറങ്ങും. ആ ഉറക്കിൽ നിന്നാണ് അവർ എഴുന്നേൽക്കുക. അതൊരഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഖബറിലുള്ള ശിക്ഷ കഴിഞ്ഞ് അതിനേക്കാൾ ഭയാനകരവും അതിനേക്കാൾ വേദനയേറിയ ശിക്ഷയിലേക്കാണ് കടക്കുന്നത്, വലിയ ശിക്ഷയിലേക്ക്. അത് കാണുമ്പോൾ ആ ഖബറിൽ അനുഭവിച്ച ശിക്ഷ എന്ത് ചെയ്യും?
അവൻ മറക്കും. സാധാരണ അങ്ങനെയാണല്ലോ, നമുക്കൊരു ചെറിയ വേദനയുണ്ട്, അപ്പോൾ അത് ഭയങ്കര പ്രയാസമായിരിക്കും നമുക്ക്. അതിനേക്കാൾ വലിയ വേദന വരുമ്പോൾ എന്ത് ചെയ്യും? ആ ചെറിയ വേദന നമ്മൾ മറക്കും. അതേപോലെയാണ് ഖബറിലെ ശിക്ഷ കഴിഞ്ഞ് ആഖിറത്തിലുള്ള ശിക്ഷയിലേക്ക് കടക്കുമ്പോൾ അത് കണ്ണുകൊണ്ട് കാണുമ്പോൾ ബോധ്യപ്പെടുമ്പോൾ ആ കഴിഞ്ഞ ശിക്ഷകളൊക്കെ എന്ത് ചെയ്യും? ഓൻ മറക്കും. കാരണം അതിനേക്കാൾ വലുതാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഓൻ പറയും, ഓൻ വിലപിക്കും, ആരാണ് ഈ വലിയ ശിക്ഷയിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്നത്? അപ്പോൾ മുഅ്മിനീങ്ങൾ പറയും, ഹാദാ, ഇത്, ഈ ഒരു ദിവസം, മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇത് നമ്മുടെ റബ്ബ് നമുക്ക് വാഗ്ദാനം ചെയ്ത ദിവസമാണ്. ഈ ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. വസദഖൽ മുർസലൂൻ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെല്ലാവരും ഈ ഒരു ദിവസത്തെ സംബന്ധിച്ച് സത്യമായി നമുക്ക് എത്തിച്ചെന്ന കാര്യങ്ങളാണ്. അവിടുന്ന് മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. കാരണം അവരിത്രനാളും വിശ്വസിച്ച് ആ ഒരു ദിവസത്തിന് വേണ്ടി പണിയെടുത്ത് അതെന്ത് ചെയ്യും? നാളെ ആഖിറത്തിൽ അവർ കണ്ണുകൊണ്ട് കാണുമ്പം അവർ ആഹ്ലാദിക്കും, അവർ സന്തോഷിക്കും. അവർ പറയും, ഇതാ നമ്മുടെ റബ്ബ് പറഞ്ഞ, അന്ന് കുറേ നമ്മൾ പറഞ്ഞു നടന്ന കാര്യം ഇത് എത്തിയിരിക്കുന്നു. അതിനെ നിഷേധിച്ചവർ, അതിനെ തള്ളിക്കളഞ്ഞവർ, അവർ എന്ത് ചെയ്യും? വിലപിക്കാനും ആരംഭിക്കും. മറ്റുള്ള പറയാൻ, ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. അതൊരു വലിയ ഘോരമായ ഒരു ശബ്ദമാണ്. അതും ഇസ്രാഫിലിൻ്റെ രണ്ടാമത്തെ ഊത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ ഊത്ത് ഊതുമ്പോഴേക്ക് എന്ത് ചെയ്യും? എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടും. എന്നിട്ട് ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹ് പറയുന്ന വാക്കാണ് ഫല്ലൗമ, ഇന്ന്. ഫല്ലൗമ, ഇന്ന്, അഥവാ മഹ്ശറിലെ ദിവസം. ലാ തുദ്ലമു നഫ്സുൻ ശൈഅ, ഒരാൾക്കും അതിക്രമം കാണിക്കപ്പെടുകയില്ല, ഒരാളോടും അനീതി കാണിക്കപ്പെടുകയില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, അവൻ എന്താണോ ചെയ്തത് അതിനനുസരിച്ച് എന്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അതാണ് പ്രതിഫല ദിവസം. നമ്മൾ പറയുമല്ലോ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ, ഖിയാമത്ത് നാൾ. അള്ളാഹു ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ആ ഒരു അസ്ഹാബുൽ ഖറിയ, ആ നാട്ടുകാർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിഷേധിച്ചതും അവർ തള്ളിക്കളഞ്ഞതും കളവാക്കിയതും ആ സംഭവങ്ങൾ പറഞ്ഞു. അവരെ ഉപദേശിച്ച ആ നല്ലൊരു മനുഷ്യനെ അവർ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവർക്ക് കുറേ ദൃഷ്ടാന്തങ്ങൾ, ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന കുറേ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു, അള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റിയ അതൊക്കെ പറഞ്ഞ് പിന്നെ അള്ളാഹു മഹ്ശറിലേക്ക് എത്തി. ദാ ഒരു ദിവസത്തേക്ക് മടക്കപ്പെടും, ആ ദിവസത്തിലെത്തി. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫല്ലൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈഅ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രതിഫലം നൽകപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയ ഹദീസിൽ പറഞ്ഞ ഹദീസ് സംഭവമാണ്. മഹ്ശറിൽ, ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഒരുമിച്ച് കൂട്ടും. അള്ളാഹു പറയും അടിമകളോട്, ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അടിമകൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് നിങ്ങൾ ചെയ്ത അമലുകളാണ്. ഉഹ്സിഹാ ലക്കും, ഞാനത് നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തി. ഉഹ്സിഹാ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാനത് രേഖപ്പെടുത്തി. സുമ്മ ഉവഫീക്കും ഇയ്യാഹ, എന്തിനാ രേഖപ്പെടുത്തിയത്? അതനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്ത എല്ലാ അമലും കാണും, ചെറുതും വലുതും. ഹറാമുകൾ ചെയ്തിട്ടുണ്ട്, അതും കാണും. നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണും. ഒന്നും ഒഴിവാകൂല. ഖുർആൻ പറഞ്ഞല്ലോ, എന്തില്ല, അത് ഒരു ചെറുതും ഒരു വലുതും ഒഴിവാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മനുഷ്യൻ വിലപിക്കുന്ന രംഗം ഉണ്ട്. കിതാബ് കൈകളിൽ കിട്ടുമ്പോൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എൻ്റെ അള്ളാഹ് പറയാൻ, ഫമൻ വജദ ഖൈറൻ ഫല്യഹ്മദില്ലാ, ആ കിതാബ് കിട്ടിയാൽ, നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തി ആ കിതാബ് നമ്മുടെ കൈകളിൽ കിട്ടിയാൽ, ആരാണോ അതിൽ ഖൈർ കാണുന്നത്, നന്മകൾ അധികമായി കാണുന്നത്, ഫല്യഹ്മദില്ലാ, അവൻ അള്ളാഹുവിനെ സ്തുതിക്കുക. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, ഇനി ആ ഖൈർ അല്ലാതെ മറ്റൊന്നെങ്കിലും ആ കിതാബിൽ കാണുന്നുണ്ടെങ്കിൽ, അഥവാ തിന്മയാണ് അധികമായി കാണുന്നതെങ്കിൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക. വല്ലാത്ത വാക്കാണത്. സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളെ ക്ഷണിക്കാൻ ആൾക്കാരുണ്ടായിട്ടുണ്ട്, ഖൈറിലേക്ക് ക്ഷണിക്കാൻ ആൾക്കാരുണ്ട്,
നന്മകൾ പറഞ്ഞുതരാൻ ആൾക്കാരുണ്ട്, ഖുർആൻ്റെ ആയാത്തുകൾ കേട്ടിട്ടുണ്ട്, ഹദീസുകൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, അത് ബാത്തിലാണ്, ഹക്കല്ല, അത് തിന്മയാണ്, അത് ദീനിൽ അരുതാത്തതാണ് എന്ന് പറയാൻ നമ്മുടെ കൈകളിൽ പിടിക്കാൻ ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തട്ടിമാറ്റി അഹങ്കാരം കാരണം അല്ലെങ്കിൽ അവരോടുള്ള പുച്ഛം കാരണം നമ്മൾ എന്ത് ചെയ്തു? അതൊക്കെ മറന്നു. നമ്മളെ മനസ്സാഗ്രഹിക്കുന്ന രീതിയിൽ നാം മുന്നോട്ട് പോയി, അല്ലേ? എല്ലാ അവസരങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. ഇന്ന് ആരെയും ആക്ഷേപിക്കാൻ കഴിയില്ല, സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക. ഒരു ഹദീസ്, ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് ഖുറൈശികളിൽ പ്രമുഖനാണ്. അയാൾ ഉഖ്ബ വീട്ടിലൊരു സൽക്കാരം നടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിലേക്ക് ക്ഷണിച്ചു. റസൂൽ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ആ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ റസൂലിനെയും എന്ത് ചെയ്തു? ആ സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചു. മുശ്രിക്കാണ് അദ്ദേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖ്ബ, നിന്നെപ്പോലത്തെ ഒരാൾ ഇസ്ലാമിൽ നിന്നും അകന്ന് നിൽക്കുക എന്നുള്ളത് ഒരു അത്ഭുതമാണ്. കാരണം നീ ഒരു നേതാവാണ്, അറിയപ്പെട്ട ആളാണ്, കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളാണ്. നീ മുസ്ലിം ആകുന്നത് വരെ ഈ ഭക്ഷണം ഞാൻ കഴിക്കൂല. ഉഖ്ബ എന്ത് ചെയ്തു? മുസ്ലിമായി. ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എന്ത് ചെയ്തു? ഷഹാദത്ത് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സന്തോഷമായി. കാരണം ഒരാൾ മുസ്ലിമായതല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, പിരിഞ്ഞു. ആ സദസ്സ് പിരിഞ്ഞു, സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പം ആ കൂടി ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? കണ്ടു ഉഖ്ബ മുസ്ലിമാകുന്നത്. മക്കയിൽ എന്ത് ചെയ്തു? വ്യാപിച്ചു. ഇതാ ഉഖ്ബ മുസ്ലിമായിട്ടുണ്ട്. ഉഖ്ബയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഉബയ്യ് ബിൻ ഖലഫ്. ഓനും ഇത് കേട്ടു. ഉബയ്യ് ബിൻ ഖലഫും ഇത് കേട്ടു, വാർത്ത കേട്ടു. നേരെ ഉഖ്ബയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉഖ്ബ, ഞാനൊരു കാര്യം കേൾക്കുന്നുണ്ട്, നീ മുസ്ലിമായോ? നീ റസൂലിനെ അംഗീകരിച്ചോ? ഉഖ്ബ പറഞ്ഞു, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. എൻ്റെ വീട്ടിൽ മുഹമ്മദ് വരികയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോവുകയും ചെയ്താൽ അതെൻ്റെ അഭിമാനത്തിന് പ്രശ്നമാണ്. മുഹമ്മദിനെ പോലെ ഒരു മാന്യനായ ഒരാൾ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ സൽക്കാരത്തിന് ക്ഷണിച്ചു, എൻ്റെ ഭക്ഷണം നിരസിച്ചുകൊണ്ട് തിരിച്ചു പോവുക എന്നുള്ളത് എനിക്ക് അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മുസ്ലിമായി. അപ്പം ഉബയ്യ് ബിൻ ഖലഫ് ചോദിച്ചു, തീർച്ചയായും നീ നമ്മളെ മതം വിട്ടോ? ഇന്ന് മുതൽ എന്തില്ല, എൻ്റെ മുഖം നിനക്ക് കാണൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഞാൻ നിന്നെ എന്തില്ല പിണങ്ങി. ആ ഒറ്റ സുഹൃത്ത് പിണങ്ങി. അപ്പോൾ ഉഖ്ബ പറഞ്ഞു, ഞാനത് റസൂലിനെ പരിഹസിക്കാൻ വേണ്ടി ആക്കിയതാണ്. ഞാൻ റസൂലിനെ പരിഹസിക്കാൻ വേണ്ടി ആക്കിയത്. എൻ്റെ മനസ്സിൽ തീരെ ഇസ്ലാമായിട്ട് അടുപ്പുണ്ടായിട്ടില്ല. അപ്പോൾ ഉബയ്യ് ബിൻ ഖലഫ് പറഞ്ഞു, എനിക്കത് വിശ്വാസമാകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? മുഹമ്മദിനെ ചീത്ത വിളിക്കണം. എല്ലാവരും കേൾക്കെ മുഹമ്മദിനെ ചീത്ത വിളിക്കണം. ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് നേരെ വീട്ടിൽ നിന്നിറങ്ങി കാബയിലേക്ക് പോയി. ഇപ്പോൾ കാബേൻ്റെ അടുക്ക റസൂലുണ്ട്, ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാ ആൾക്കാരും കേൾക്കുന്ന രീതിയിൽ ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇതാ കുറച്ച് സമയം മുമ്പ് മുസ്ലിമായ ആളാണ്, ഇപ്പം വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത വിളിക്കണം, എല്ലാവരും കേൾക്കുന്ന രീതിയിൽ. വളരെ മോശമായി സംസാരിച്ചു റസൂലിനെ സംബന്ധിച്ച്. അവസാനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ടാണ് ഉഖ്ബ തിരിച്ചു പോയത്. ആർക്ക് വേണ്ടി? കൂട്ടുകാരൻ ഉബയ്യ് ബിൻ ഖലഫിന് വേണ്ടിയിട്ട്. ആ സമയത്താണ് അള്ളാഹു ആയത്തിറക്കുന്നത്. എന്ത്? വയൗമ യഅദ്ദു ദ്ദാലിമു അലാ യദൈഹി യഖൂൽ യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. പ്രിയമുള്ളവരെ, നമുക്കതിൽ വലിയ ഗുണപാഠമുണ്ട്. നമ്മളെ കൂട്ടുകാരായിരിക്കണം, നമ്മൾ ആരപ്പരം കൂടണം. അള്ളാഹു പറയാണ്, വയൗമ യഅദ്ദു ദ്ദാലിമു, അക്രമിയായ അതിക്രമി അവൻ്റെ കൈകൾ കടിക്കുന്ന ദിവസം, നിരാശ കൊണ്ട്, ഖേദം കൊണ്ട്, നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തിട്ട്, ഇതൊക്കെ കണ്ണുകൊണ്ട് കാണല്ലേ, ഇതുവരെ മുന്നറിയിപ്പ് നൽകി താക്കീത് നൽകപ്പെട്ട കാര്യം ഇവൻ പുച്ഛിച്ച് തള്ളിയതാണ്. ആ കാര്യം കണ്ണുകൊണ്ട് കാണുമ്പം
അവനെന്തെയും ഖേദിക്കും, വളരെ നിരാശനുണ്ടാവും, വളരെ ഖേദം പ്രകടിപ്പിക്കും. കാരണം നഷ്ടപ്പെട്ടു പോയി ആ ഖൈർ, എന്ന് തിരിച്ചു കിട്ടൂല. അവനവൻ്റെ കൈവിരൽ കടിക്കുന്ന ആ സമയം അവൻ പറയും യഖൂൽ യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല, ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ആ മാർഗം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. അവന് വിലപിക്കും. എന്നിട്ട് പറയും യാ വൈലത, എൻ്റെ നാശം, എനിക്ക് നാശം. ലൈതനി ഇത്തഖദ്തു യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അതാ ആ ചക്കനെ കൂട്ടുകാരനായി കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടായിരുന്നു. തഫ്സീർ മുഫസ്സിറുകൾ പറഞ്ഞു അതാരുടെ വാക്കാണ്? ഉഖബത്ത് ബിൻ അബി മുഈത്തിൻ്റെ വാക്കാണ്. ഞാൻ ആ ഉബയ്യ് ബിൻ ഖലഫിനെ കൂട്ടുകാരനായി കൂട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. വിലപിക്കുന്ന സമയം അത് ശേഷം എല്ലാവർക്കും അത് പറ്റും. നമ്മളെ കൂട്ടുകാർ ആരായിരിക്കണമെന്ന് നാം തിരഞ്ഞെടുക്കേണ്ടതാണ്. നമ്മുടെ ബന്ധുക്കൾ അങ്ങനെയല്ല, കുടുംബക്കാർ അങ്ങനെയല്ല, അത് അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. നമ്മുടെ ഉപ്പ ആരായിരിക്കണം, ഉമ്മ ആരായിരിക്കണം, സഹോദരന്മാരാരായിരിക്കണം, അതൊക്കെ അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. പക്ഷെ കൂട്ടുകാർ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അള്ളാഹിനെ പറ്റി പറയുന്ന, അള്ളാഹിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, ഖൈറുകൾ പറഞ്ഞു തരുന്ന, എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ തിരുത്തുന്ന, നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കൂട്ടുകാരെ നമ്മൾ സ്വീകരിക്കണം. അതാണ് വിജയം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ പറയപ്പെടുന്ന ദിവസത്തിൽ പരാജിതനായി. ഇപ്പം കുറേ അവസരങ്ങളുണ്ടാവും. ആ അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ആ അവസരം തട്ടിക്കളയുന്നത് നമ്മളെ കൂട്ടുകാരനായിരിക്കും. ഏതുപോലെ ഉഖബത്ത് ബിൻ അബി മുഈത്തിന് വന്ന ആ വലിയ സൗഭാഗ്യം ഉബയ്യ് ബിൻ ഖലഫ് എന്ന കൂട്ടുകാരൻ തട്ടിക്കളഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എന്തുണ്ടാകാൻ പാടില്ല? അങ്ങനെയുള്ള നമ്മുടെ ഷെറിലേക്ക് നയിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന, ഖൈറുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ, ഒരു ബന്ധം നമുക്കുണ്ടാകാൻ പാടില്ല. അത് വലിയ ആപത്താണ്, വലിയ ആപത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മർഉ അലാ ദീനി ഖലീലി. ഒരാൾ അവൻ വിലയിരുത്തപ്പെടുക എങ്ങനെയാണ്? അവൻ്റെ കൂട്ടുകാരെ നോക്കിയിട്ടാണ്, അവൻ്റെ ബന്ധങ്ങൾ നോക്കിയിട്ടാണ് അവനെ വിലയിരുത്തപ്പെടുക. ഓനെ കൂടെ സദാസമയം ഉണ്ടാകുന്ന ആൾക്കാർ എങ്ങനെയാണോ ഓനങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഫല്ലൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെയാണോ കൂട്ടുകൂടുന്നത്, ആരെയാണോ കൂട്ടുകാരനെ സ്വീകരിക്കുന്നത്, അത് ശരിക്കും ശ്രദ്ധിച്ചു വേണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖൈറിൻ്റെ ആൾക്കാരെപ്പുറം കൂടണം. അള്ളാഹിനെ പറ്റി പറയുന്ന, അവൻ്റെ ദീൻ സംസാരിക്കുന്ന, റസൂലിൻ്റെ സുന്നത്തിനോട് സ്നേഹമുള്ള, ആ സുന്നത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്കത് അറിയിച്ചു തരുന്ന അവരോടൊപ്പം കൂടണം. ഇല്ലെങ്കിൽ നേരെ എതിരാണ് സംഭവിക്കുക. നമ്മൾ നല്ല ദീനായിരിക്കും, ദീൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും, കുറേ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ബന്ധങ്ങളൊക്കെ ആ രീതിയിൽ സുന്നത്തായിട്ടൊരു ബന്ധമില്ലാത്ത, ദീനിൻ്റെ സംസ്കാരം ഇല്ലാത്ത, അള്ളാഹിനെ പറ്റി പറയാത്ത, ആഖിറത്തെ പറ്റി പറയാത്ത കൂട്ടുകാരാണെങ്കിലോ പതിയെ പതിയെ നമ്മളെന്ത് ചെയ്യും? അള്ളാഹിനെ മറക്കുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മൾ എത്ര പറഞ്ഞാലും ഇല്ല, ഞാൻ എൻ്റെ ഇതിൽ തന്നെ നിൽക്കും, പക്ഷെ അവർ എൻ്റെ കൂട്ടുകാരാണ്, എനിക്ക് അവരെ ഒഴിവാക്കാൻ കഴിയില്ല, ഞാൻ ഈ ദീനനുസരിച്ച് തന്നെ ജീവിക്കും. എത്ര പറഞ്ഞാലും നമ്മളറിയാതെ എന്ത് ചെയ്യും? നമ്മുടെ ദീൻ നമ്മളിൽ നിന്ന് അകലും. അള്ളാഹുവിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവും. അത് അങ്ങനെ സംഭവിക്കും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരനെ സംബന്ധിച്ചും ചീത്ത കൂട്ടുകാരനെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു തന്നു. നല്ല കൂട്ടുകാരൻ ആരെ പോലെയാണ്? കഹാമിലിൽ മിസ്ക്, അത്തർ കച്ചവടക്കാരനെ പോലെയാണ്. നിങ്ങളൊന്ന് ഓരോരുത്ത് പോയാൽ എന്ത് ചെയ്യും? ഒന്നുകിൽ നിങ്ങൾക്ക് നല്ല സുഗന്ധം അവൻ തരും, വാങ്ങാൻ കഴിയും, നല്ല സുഗന്ധം. അഥവാ നല്ല കൂട്ടുകാരനിൽ നിന്ന് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാം, നല്ല അറിവുകൾ സ്വീകരിക്കാം, നല്ല സംസ്കാരം സ്വീകരിക്കാം. എന്നാൽ അവൻ വാങ്ങിയിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവൻ്റെ അടുക്കലിൽ നിന്നും നല്ല സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവൻ ചെയ്യുന്ന ആ സുന്നത്തിനോട്, അവൻ ചെയ്യുന്ന ഖൈറിനോട് നമ്മൾ മനസ്സിലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം തോന്നും, നിങ്ങൾ അതിൽ താല്പര്യനാവും. നിങ്ങൾ നല്ല കൂട്ടുകാരൻ. മോശ കൂട്ടുകാരനോ കനാഫിഖിൽ കീർ, കൊല്ലനുണ്ടല്ലോ, ഇങ്ങനെ ഊതിയിട്ടിങ്ങനെ തീയിലൂതിയിട്ടിങ്ങനെ കത്തിക്കുന്നത്, ചൂടാക്കുന്നത്, ആ തീ പോലെ എപ്പോഴും പാറിക്കൊണ്ടിരിക്കും. അവനെപ്പോലെയാണ് ചീത്ത കൂട്ടുകാരൻ. നിങ്ങൾ അവിടെ പോയി ഇരുന്നാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഡ്രസ്സിന് എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഓട്ടയുണ്ടാവും, തീപ്പൊരി വീണിട്ട് നിങ്ങളറിയില്ല. നിങ്ങൾ അവിടെ പോയി ഇരിക്കും, പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? ഡ്രസ്സിന് ഓട്ട കാണുക. അതേപോലെ നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിലെന്ത് ചെയ്യും? ആ ചീത്ത കൂട്ടുകാരൻ അവൻ്റെ എല്ലാ വേണ്ടാത്തരങ്ങളും കയറ്റിത്തരും. നിങ്ങൾ എത്ര പിടിച്ചു നിന്നാൽ നോക്കിയാലും നിൽക്കാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല ഉദാഹരണം പറഞ്ഞു തന്നത്. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും? ആ ചീത്ത കൂട്ടുകാരൻ എല്ലാ മോശത്തരങ്ങളും ഇട്ട് തരും.
എന്നിട്ട് റസൂൽ പറയാണ് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിലോ നിങ്ങൾ അവൻ്റെ അടുക്കൽ വളരെ മോശമായ ചീത്ത മണമായിരിക്കും. അതോ നിങ്ങളറിയാതെ എന്ത് ചെയ്യും, ആ സ്വഭാവത്തോട്, അവൻ്റെ ആ മോശമായ പ്രവർത്തനങ്ങളോട് നിങ്ങൾ തൽപരനാവും. നിങ്ങളുടെ മനസ്സിന് അതിനോടൊരു ആഗ്രഹം വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന, എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരുത്തുന്ന, നമ്മളെ കൂടെ കൂടാനല്ല. നമ്മളെന്തെങ്കിലും തോന്നിവാസം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. എന്തെങ്കിലും തെറ്റിലേക്ക് പോകുന്നത് കണ്ട് അപ്പം തന്നെ തിരുത്തുകയും നമ്മുടെ കൈ പിടിക്കുകയും ഇതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ ആ ഖൈറിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്ന കൂട്ടുകാരോടൊപ്പം, കുടുംബക്കാരോടൊപ്പം അവരോട് ബന്ധം സ്ഥാപിക്കുക, അവരോട് ചേർന്ന് നിൽക്കുക. അവിടെ വിജയമുണ്ട്. ഇല്ലെങ്കിലോ നമ്മൾ അവരെപ്പുറം അങ്ങ് പോകും. പിന്നെ അങ്ങ് പോയി ഫീ ളലാലിൻ ബഈദ്, ദീനിൽ നിന്നും വളരെ വിദൂരമായി, എല്ലാ ഖൈറുകളിൽ നിന്നും വളരെ വിദൂരമായിട്ട് പാപക്കറകളിൽ മുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. അവിടെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി അങ്ങോട്ട് പറയുന്നത് ഹിസാബ്. അത് കഴിഞ്ഞു. ഓരോരുത്തർക്കും അവർ ചെയ്തതിനനുസരിച്ച് എന്ത് ചെയ്യും, അള്ളാഹു പ്രതിഫലം നൽകും. അന്നെന്തില്ല, ആരും സ്വന്തത്തല്ലാതെ മറ്റൊരാളെയും ആക്ഷേപിക്കരുത്. പിന്നെ അള്ളാഹു പറയുന്നത് സ്വർഗത്തിലെത്തി അവിടുത്തെ സുഖാനുഭൂതികളെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ. ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗാവകാശികൾ, അൽ യൗമ, അവരന്ന്, ഫീ ശുഗുലിൻ ഫാകിഹൂൻ, അവർ ഓരോ ജോലികളിലായിട്ട് സന്തോഷത്തിൽ മുഴുകുന്നവരായിരിക്കും. അവരെന്ത് ചെയ്യും, മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന്, വളരെ പ്രയോഗമാണ്, അള്ളാഹിൻ്റെ പ്രയോഗമാണ്. ഫീ ശുഗുലിൻ ഫാകിഹൂൻ. അവർ രണ്ട് രീതിയിലുള്ള അഭിപ്രായം. ഒന്ന്, അവർ അവരുടേതായ സുഖത്തിൽ മുഴുകി മറ്റെല്ലാം മറന്ന് ജീവിക്കും. മറുഭാഗത്ത് എന്താണ്, അവരുടെ ഉറ്റ കൂട്ടുകാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, നരകത്തിൽ ഇങ്ങനെ നെരുവിരി കൊള്ളുന്നുണ്ടാവും, പ്രയാസപ്പെടുന്നുണ്ടാവും, ഏറ്റവും വലിയ പ്രയാസത്തിലും വേദനയിലായിരിക്കും. ആ സമയത്ത് അതൊക്കെ മറന്ന് ഇവരുടേതായ ജീവിതത്തിൽ അങ്ങനെ ലയിച്ചു ചേർന്ന് ആസ്വദിച്ച് ജീവിക്കുന്നവരായിരിക്കും. അല്ലാതെ ആ പ്രയോഗം നോക്കിയ മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷമാണ്. എല്ലാവരും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഇപ്പുറം ഇവനതെല്ലാം മറന്ന് ഇവൻ്റെതായ ജീവിതത്തിൽ ആസ്വദിക്കുന്നുണ്ടാവും. ഹും, അവർ മാത്രമല്ല, അവരും വഅസ്വാജുഹും, അവരുടെ ഭാര്യമാരും, ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും ഖാലിദീന, നമുക്ക് ഇവിടെ കേട്ടില്ല, ഖാലിദീന ഫീഹ, ജമ്മിൻ്റെ സീയാണ്, അഥവാ ബഹുവചനാണ് ഉപയോഗിച്ചതല്ല. വെച്ചാൽ ബഹുവചനാണ് അല്ലാഹു ഇവിടെയും ബഹുവചനാണല്ലോ. ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഭാര്യമാരും. അപ്പോൾ ഒരു സുഖത്തിൽ, ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരണം. എന്നാലും എന്താവുമല്ലോ, സന്തോഷമാവുമല്ലോ. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആ സന്തോഷത്തിൽ പങ്കുചേരുമ്പോഴേ എന്താവുമല്ലോ, അത് സന്തോഷത്തിന് ഇരട്ടി മധുരമുണ്ടാവും. ഇനി നരകത്തെ സംബന്ധിച്ച് പറയുമ്പം ഖാലിദൻ ഫീഹ എന്നുള്ള പറഞ്ഞത്, ഏകവചനത്തിലാണ് പറഞ്ഞത്, ഖാലിദൻ ഫീഹ. അത് ശിക്ഷ അത്രയും വേദന അനുഭവിപ്പിക്കാനാണ്. കാരണം അവനെ മാത്രമേ കാണൂലൂ. നരക ശിക്ഷ അനുഭവിക്കുന്നവൻ അവനെ മാത്രമേ കാണൂലൂ. അപ്പം അവനെന്ത് ചെയ്യും, പ്രയാസം അധികരിക്കും. ഞാൻ മാത്രമേ, ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. അത് വല്ലാത്ത പ്രയാസമാണ്. ഇപ്പം ജയിലുകളിലൊക്കെ ഏകാന്ത തടവുണ്ടാവും, എല്ലാവരും ഒന്നിച്ചുണ്ടാവും. ഏകാന്ത തടവ് അനുഭവിക്കുന്നവന് വലിയ മാനസിക പ്രയാസമായിരിക്കും. എല്ലാവരും ഒന്നിച്ചാണെങ്കിലോ അവന് കളിച്ച് തിരിച്ച് തമാശയിൽ അങ്ങ് ജീവിക്കും. എന്നെപ്പോലെ ഓനുണ്ടല്ലോ, അവർ മനുഷ്യരെപ്പോൾ അങ്ങനെ സമാധാനമാണ്. എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഓനുമുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ആ ശിക്ഷയ്ക്ക് അവൻ്റെ മനസ്സിൽ കുറച്ച് ഇളവുണ്ടാവും. പക്ഷേ നരകത്തിൽ അങ്ങനെയല്ല. ഖാലിദൻ ഫിഹ, ഏകവചനത്തിലല്ല പറഞ്ഞത്. അഥവാ ശിക്ഷ അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒറ്റക്ക് അനുഭവിക്കും. ഓൻ വിചാരിക്കും എല്ലാവരും രക്ഷപ്പെട്ടു, ഞാൻ മാത്രം. ഈ ശിക്ഷയുടെ വേദന വേറെ, ആ മനപ്രയാസം ഉണ്ടല്ലോ, ആ ഒരു വേദന, ഞാൻ മാത്രം ഇത്രയും വലിയ അധപ്പതനത്തിൽ പെട്ടുപോയി, മറ്റെല്ലാവരും രക്ഷപ്പെട്ടു. ഖാലിദൻ, ഇതാ എന്നേക്കുമായി ഞാൻ മാത്രം ഈ വേദന അനുഭവിക്കുന്നു. ഒന്നവൻ്റെ മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കിയേ. ആണല്ലോ, അതാണ് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയായിരിക്കും നരകത്തിൽ. അല്ല പറയാണ്, ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ദിലാലിൻ, തണലുകളിലായിരിക്കും, മരത്തിൻ്റെ തണലുകളിലായിരിക്കും, അലൽ അറായികി മുത്തഖിഊൻ, ചാരു കസേരയിൽ ചാരിയിരുന്ന് ആസ്വദിക്കുന്നവരായിരിക്കും. അല്ലാഹു അവിടെ എത്തിക്കട്ടെ.
ദുനിയാവിൽ എത്ര പ്രയാസം ഉണ്ടെങ്കിലും നമ്മുടെ ആ ലക്ഷ്യമായ സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയ ഹദീത്തിൽ പറഞ്ഞു, അല്ലാഹ് പറയാണ്, അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, എൻ്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചു. ആ വാക്കിൻ്റെ ഒന്ന് ഗൗരവം ചിന്തിച്ച് നോക്കിയാൽ, അഅദത്തു ഞാൻ ഒരുക്കി വെച്ചു. അഅദ്ദ എന്നാണ് ഒരുക്കി വെക്കുക, തയ്യാറാക്കി വെക്കുക. ലിഇബാദി അസ്സാലിഹീൻ, എൻ്റെ സാലിഹീങ്ങളായ അടിമകൾക്ക്. നമ്മൾ സാലിഹി അല്ലെങ്കിൽ ഇല്ല, നമുക്ക് ആ ഭാഗ്യം കിട്ടൂല. സാലിഹാണ്, സാലിഹായി ജീവിക്കണം ആണ്. അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, എൻ്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചു. എന്ത്? മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തത്, വല ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേൾക്കാത്തത്, വല ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും ചിന്തിക്കാൻ കഴിയാത്തതുമായ അത്രയും സുഖാനുഭൂതി എന്ത് ചെയ്തു? ഞാൻ എൻ്റെ അടിമകൾക്ക്, സാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ഖുദ്സിയായ ഹദീത്താണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വയം സാലിഹാവുക, മറ്റുള്ളവർ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക ഇൻഷാ അല്ലാഹ്. മറ്റുള്ള പറയാണ്, പിന്നെ സ്വർഗത്തിൽ ഓരോ സുഖാനുഭൂതികൾ അല്ലാഹ് പറയാണ്, ലഹും അവർക്കുണ്ട്, ഫീഹ ആ സ്വർഗത്തിൽ, ഫാകിഹത്തുൻ പഴവർഗ്ഗങ്ങളുണ്ട്. സ്വർഗത്തിലെ ഒരു എന്താണ്? നിഅമത്താണ്, നഈമാണ് പഴവർഗ്ഗങ്ങൾ. എത്ര എത്ര രീതിയിലുള്ള പഴവർഗ്ഗങ്ങളും പല രീതിയിലുണ്ടാവും, പല രുചിയിലും പല ആകൃതിയിലും പല രൂപത്തിലും ഉണ്ടാവും. വലഹും മാ യദ്ദഊൻ, അവരവിടെ ആവശ്യപ്പെടുന്നത് എന്തും അവർക്ക് അവിടെയുണ്ട്. അവർ മുഅ്മിനീങ്ങൾ, സ്വർഗവാസികൾ ആവശ്യപ്പെടുന്ന എന്തും അവർക്ക് അതിലുണ്ട്. ഒരു സ്വർഗത്തിൽ ഒരു മുഅ്മിന് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അള്ളാഹിനെ കാണുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ ആൾക്കാരെ സ്വർഗത്തിലും നരകത്തിൻ്റെ ആൾക്കാരെ നരകത്തിലും പ്രവേശിപ്പിച്ചതിന് ശേഷം സ്വർഗത്തിലെ ആൾക്കാരോട് ചോദിക്കും, അതുരീദു മസീദൻ, നിങ്ങൾ ഇനിയും അധികമായിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ സ്വർഗത്തിൻ്റെ ആൾക്കാർ പറയും, അവർ വിജയിച്ചിരിക്കല്ലേ, എല്ലാ ഇതും മറികടന്ന് വിജയിച്ചു. ആ സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് അള്ളാഹു ചോദിക്കുക, ഇനി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അധികമായിട്ട്? അപ്പോൾ അവർ പറയും, അല്ലാഹുവേ അലം തുബയ്യിദ് വുജൂഹന, നീ നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിച്ചില്ല. നാളെ ആഖിറത്തിൽ രണ്ട് തരം മുഖക്കളായിരിക്കും. ഒന്ന് നല്ല സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്ന പ്രസന്നതയുള്ള മുഖം, മറ്റേത് പേടിച്ച് വരണ്ടിങ്ങനെ പൊടിപടലങ്ങളെ കറുത്ത മുഖങ്ങളായിരിക്കും മറ്റുള്ളവർ. അപ്പോൾ അലം തുബയ്യിദ് വുജൂഹന, അല്ലാഹുവേ നീ നമ്മളെ മുഖം പ്രകാശിപ്പിച്ചില്ലേ. വതുദ്ഖിലനാ അൽ ജന്ന, നമ്മളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ. വതുൻജീനാ മിനന്നാർ, അല്ലാഹുവേ നീ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ. ഇതിനപ്പുറം എന്താ റബ്ബേ വേണ്ടത്? നമുക്ക് മതി. ഇതിൻ്റെ അപ്പുറം എന്താ വേണ്ടത്? അപ്പോൾ അവരുടെ വിചാരം എന്താണ്? ഇതിൻ്റെ അപ്പുറം ഒരു നിഅമത്ത് കിട്ടാനില്ല. അവർ കണ്ടുകൊണ്ട് കാണല്ല മറ്റുള്ളവർ പ്രയാസപ്പെടുന്നത്, ഈ സന്തോഷം ആസ്വദിക്കുന്നതും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മറ നീക്കും. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കാണും. റസൂൽ പറഞ്ഞു, ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് അത് അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കാണലാണ്. അല്ലാഹു ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആ ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ആനന്ദം നമ്മുടെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണുന്ന ആ സമയത്താക്കി തരട്ടെ. അത് മുവഹിദീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവും. മറ്റുള്ളവർ മഹ്ജൂബൂൻ, അവന്തെയും അള്ളാഹുവിൽ നിന്നും അവർ തടയപ്പെടും. അള്ളാഹിനെ കാണുക എന്നുള്ളത് മുവഹിദീങ്ങൾക്ക് മാത്രമുള്ള തൗഫീഖാണ്. അതും സ്വർഗത്തിൽ വെച്ച് മുവഹിദീങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യം. മറ്റാർക്കും സൗഭാഗ്യം കിട്ടൂല. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ സൂക്ഷിക്കണോ, എന്തൊക്കെ ഒഴിവാക്കണോ, എന്തൊക്കെ ചെയ്യണോ, അതിനൊക്കെ അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആനന്ദം നിറഞ്ഞ സമയമാണ്. റസൂൽ പറയാണ്, ആ സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകിയതിൽ ഏറ്റവും വലിയ നിഅമത്ത് അവൻ ആസ്വദിക്കുന്നത് അള്ളാഹുവിനെ കാണുന്ന ആ സമയമാണ്. കാണാൻ കഴിയും, നിങ്ങൾ അള്ളാഹുവിനെ കാണും. ആ കാണുന്ന രംഗം റസൂൽ പറയുന്നുണ്ട്. ഏതുപോലെ? കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ, 14 രാവിൻ്റെ രാത്രി നിങ്ങൾ ചന്ദ്രനെ കാണുമല്ലോ. ആ ചന്ദ്രനെ നോക്കാൻ നിങ്ങൾ തിക്കും തിരക്കും കൂട്ടേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും നിന്ന് സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാം? ചന്ദ്രൻ. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹു ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
വലഹും മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നതൊക്കെ എന്താണ്? ആ സ്വർഗത്തിലുണ്ട്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ സമാധാനത്തിൻ്റെ വാക്കും അവർക്കുണ്ട്. പിന്നെ ആ ആയത്തിന് മറ്റൊരർത്ഥം, അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അഭിസംബോധന ചെയ്യുന്നത് സലാം പറഞ്ഞുകൊണ്ടായിരിക്കും. മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ സലാമിന് സലാം മടക്കുകയും ചെയ്യും. അതിനുശേഷം അള്ളാഹുവിനെ കാണുക മുഅ്മിനീങ്ങൾ. അത് കഴിഞ്ഞ് അള്ളാഹ് ചോദിക്കുകയാണ്, അലം അഹദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ, അല്ല അതിന് മുമ്പ് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അപ്പം സ്വർഗത്തിൻ്റെ ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു, അവർക്ക് കിട്ടുന്ന നിഅമത്തുകളും പറഞ്ഞു. പിന്നെ തിരിച്ച് മഹ്ശറിലേക്ക് വീണ്ടും വന്നു, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. എന്ത് ചെയ്യും? മഹ്ശറിൽ നിന്നും അതുവരെ ഒരുമിച്ചുണ്ടായ ആൾക്കാർ, മനുഷ്യരെല്ലാവരും ഒരുമിച്ചുണ്ടാവുക. എന്ത് ചെയ്യും? അള്ളാഹു രണ്ട് തരക്കാരായിട്ട് ചോദിക്കും. ഒന്ന് അസ്ഹാബുൽ യമീൻ, രണ്ട് അസ്ഹാബുൽ ഷിമാൽ. ഒന്ന് സത്യത്തിൻ്റെ ആൾക്കാർ, മറ്റൊന്ന് നശിച്ച ആൾക്കാർ, നരകത്തിൻ്റെ ആൾക്കാർ. വംതാസു, എന്ത് ചെയ്യും? അവരോട് മാറി നിൽക്കാൻ പറയും, വേറെ നിൽക്കാൻ പറയും. അല്ലൗമ, ഇന്ന്, അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങൾ, തെറ്റ് ചെയ്ത ആൾക്കാർ, ശിർക്ക് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തും. എന്നിട്ട് അവരോട് ചോദിക്കും, അലം അഹദി ഇലൈക്കും, ഞാൻ നിങ്ങൾക്കൊരു കരാറ് നൽകിയിട്ടില്ലേ? ഞാൻ നിങ്ങൾക്കൊരു കരാറ് നൽകിയിട്ടില്ല? യാ ബനി ആദമ, മനുഷ്യരെ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ പിൻപറ്റരുത്, നിങ്ങൾ പിശാചിനെ പിൻപറ്റരുത് എന്നൊരു താക്കീത്, ഒരു കരാറ് നമ്മൾ ഉണ്ടായിട്ടില്ലേ? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ആ പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ ശൈത്താനെ പിൻപറ്റരുത്, മറിച്ച് എന്ത് ചെയ്യണം? വഅനിഅ്ബുദൂനി, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് ശരിയായ മാർഗം എന്നുള്ളൊരു കരാറ് നമ്മൾ ഉണ്ടായിട്ടില്ലേ? ആ കരാറ് നിങ്ങൾ എന്ത് ചെയ്തു? മറന്നു. നിങ്ങൾ ശൈത്താനെ പിൻപറ്റി. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ശൈത്താൻ നിങ്ങളെ വ്യക്തമായ ശത്രുവാണ്. ശൈത്താനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ. അപ്പോൾ ശൈത്താൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ? അല്ലാഹുവെ, നിൻ്റെ ഇസ്സത്താണ് സത്യം, ഞാൻ എന്ത് ചെയ്യും? ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നിൻ്റെ അടിമകളുടെ നേരായ മാർഗത്തിൽ ഞാൻ ചെന്നിരിക്കും, നേരായ മാർഗത്തിൽ ഞാൻ ചെന്നിരിക്കും. ഏത് ഖൈറിൻ്റെ വഴിയിൽ ആരുണ്ടാവും? ശൈത്താനുണ്ടാവും, പല രീതിയിൽ. എന്നിട്ട് ശൈത്താൻ പറഞ്ഞ വാക്കാണ് ലആതിയന്നഹും, ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകും. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ യമീനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ, ഞാൻ അവരുടെ മുമ്പിലെയും പോവും, പിറകിലൂടെയും പോവും, വലതിലൂടെയും ഇടതിലൂടെയും, നാല് ഭാഗത്തെയും എന്ത് ചെയ്യും? ശൈത്താൻ വരും. ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നമ്മൾ ഏത് ഖൈറിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞോ അവിടെ ആരുണ്ടാവും? ശൈത്താൻ. നമ്മളെ പിന്തിരിപ്പിക്കാൻ പല രീതിയിലുണ്ടാവും, നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ ആ ഖൈറിൽ നിന്നും എങ്ങനെയാണോ നമ്മളെ പിന്തിരിപ്പിക്കാൻ കഴിയുക, ആ രീതിയിൽ എന്ത് ചെയ്യും? പിന്തിരിപ്പിക്കേണ്ട എല്ലാ മാർഗങ്ങളും ശൈത്താൻ നോക്കും. കാരണം അല്ലാഹ് മുമ്പേ പറഞ്ഞതാണ്, എന്ത്? ഫത്തഖിദൂഹു അദുവ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ ശത്രുവായിട്ട് തന്നെ കാണണം. ഫത്തഖിദൂഹു അദുവ, നിങ്ങളുടെ ശത്രു പിശാചിനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം. അല്ലാഹ് വീണ്ടും കുറേ ഖുർആനിൽ പല ഭാഗങ്ങളിൽ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കാണ് ഫത്തഖിദൂഹു അദുവ, ശൈത്താനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം. എന്നിട്ട് അവൻ്റെ ആ വരുന്ന കാര്യത്തെ സംബന്ധിച്ചും അല്ലാഹു പറഞ്ഞു, അങ്ങനെ നാല് ഭാഗത്തൂടെ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും തെറ്റിക്കാൻ വരും, ഏത് രീതി അവൻ സ്വീകരിക്കും. പിശാച് നന്മയിൽ നിന്ന് നമ്മളെ തടയാൻ ഏത് മാർഗവും സ്വീകരിക്കും. ചിലപ്പം നമ്മളൊരു ഖൈറിലേക്ക് പോവായിരിക്കും, അപ്പോൾ എന്ത് ചെയ്യും? വേറൊരു ഖൈറാണിച്ച് അതിലേക്ക് ക്ഷണിക്കും, ആ ഖൈറിൽ നിന്ന് പിന്നെ ഒരു ഷർറാണിച്ച് അതിലേക്ക് അങ്ങനെ തെറ്റിക്കും. വളരെ കരുതിയിരിക്കണം. ഫത്തഖിദൂഹു അദുവ, ശൈത്താനെ ശത്രുവായിട്ട് തന്നെ കാണണം, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിപ്പോകാൻ പാടില്ല. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യർ, ആദം സന്തതികൾ ഉറങ്ങുന്ന സമയം നമ്മുടെ കാഫിയത്ത്, പിരടി ഉണ്ടല്ലോ, കാഫിയത്ത്, അവിടെ ശൈത്താൻ 3 കെട്ടുകളിടും. ഓരോ കെട്ടിടുമ്പോഴും ശൈത്താൻ പറയും,
അലൈക ലൈലുൻ തൊവീൽ, രാത്രിയും കുറേ ഉണ്ട്, ഉറങ്ങിക്കോ. അങ്ങനല്ലേ? രാത്രി 2 മണിക്ക് നെറ്റ് എഴുന്നേറ്റല്ല, അതിന് കുറേ സമയമുണ്ട്, കിടക്കും. പിന്നെ നട്ടലെപ്പാ? ബാങ്ക് കൊടുത്തതിന് ശേഷം. അലൈക ലൈലുൻ തൊവീൽ, ശ്രദ്ധിച്ചോ, അലൈക ലൈലുൻ തൊവീൽ, രാത്രി ഇന്നും കുറേ ഉണ്ട്, കിടന്നോ. അങ്ങനെ 3 കെട്ടുകൾ എല്ലാ ദിവസവും നമ്മുടെ മുതുകിൽ ആരിടുന്നുണ്ട്? ശൈത്താൻ ഇടുന്നുണ്ട്. മുസ്ലിം ഉദ്ധരിക്കുന്ന സഹിഹ ഹദീസാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അടിമ എഴുന്നേറ്റു, സുബഹിക്ക് എഴുന്നേറ്റു, അള്ളാഹിനെ ദിക്ർ ചെയ്തു. എഴുന്നേൽക്കുമ്പോൾ ദുആ ഉണ്ടല്ലോ, ആ ദുആ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിലൊരു കെട്ട് അഴിയും. അങ്ങനെ അവൻ വുളൂ ചെയ്താൽ 2ാമത്തെ കെട്ടും അഴിയും. അവൻ നിസ്കരിച്ചാൽ ആ 3ാമത്തെ കെട്ടും അഴിയും. ഫഅസ്ബഹ നശീതൻ ത്വയ്യിബ, പിന്നെ അന്ന് ആ രാവിലെ ആ പ്രഭാതത്തിലേക്ക് അവൻ കിടക്കുന്നത് നശീതൻ, നല്ല ഉത്സാഹത്തോടു കൂടിയും, ത്വയ്യിബൻ, നല്ല മനസ്സോടുകൂടിയും നല്ല ഉത്സാഹത്തിലൂടെയായിരിക്കും എന്ത് ചെയ്യുക? ആ പ്രഭാതത്തിലേക്ക് അവൻ വരിക. ആ പുലരി ഉണരുന്നത് നല്ല ഉഷാറിലായിരിക്കും. എനിക്ക് എഴുന്നേറ്റില്ലെങ്കിലോ, എഴുന്നേറ്റില്ല, വുളൂ ചെയ്തില്ല, ദിക്ർ പറഞ്ഞില്ല, എഴുന്നേറ്റില്ല, സൂര്യൻ ഉദിച്ചതിന് ശേഷം എഴുന്നേൽക്കുന്നതെങ്കിൽ ആ 3 കെട്ടും അവിടെ ബാക്കിയാവും. അവനെങ്ങനെ വരിക? ഖബീസൻ, വളരെ മോശമായിട്ട് വൃത്തികെട്ട മനസ്സുമായിട്ടാണ് എന്ത് ചെയ്യുക? ആ പ്രഭാതത്തിലേക്ക് അവൻ കിടക്കുന്നത്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യാം? നമുക്കത് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കുറേ ദിവസങ്ങളായിട്ട് സുബഹിസ്കാരം വൈകിപ്പിച്ച് ആ സമയത്ത് എഴുന്നേൽക്കാത്തൊരുവൻ്റെ മുതുകിൽ പിശാചിൻ്റെ എത്ര കെട്ടുകളുണ്ടാവും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? പഠനത്തിൽ ബേക്കിലായിരിക്കും, ജോലിയിൽ ബേക്കിലായിരിക്കും, മറ്റുള്ളവരോട് ഇടപാടുകൾ ബേക്കിലായിരിക്കും, അവൻ്റെ സ്വഭാവം മോശമായിരിക്കും, എല്ലാത്തിലും എല്ലാ ഖൈറിൽ നിന്നും പിറകിലായിരിക്കും. ആരോഗ്യപരമായിട്ടും പിറകിലായിരിക്കും, ബുദ്ധിപരമായിട്ടും പിറകിലായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ ദിവസവും തഹജ്ജുദ് എഴുന്നേറ്റ് വുളൂ ചെയ്ത് നിസ്കരിക്കുന്ന ഒരാൾ, ഓൻ എപ്പോഴും എന്താണ്? ഫ്രഷ് ആയിരിക്കും. കാരണം റസൂൽ പറഞ്ഞ സഹിഹ ഹദീസാണ്. അതിൻ്റെ അപ്പുറം എന്തില്ല? ഒരു ശാസ്ത്രത്തിന് പോകാൻ കഴിയില്ല. അവിടെ പ്രിയമുള്ളവർ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഉറങ്ങി തൂങ്ങിപ്പോവും, പഠിത്തമില്ല, പഠിക്കുന്നില്ല, ശ്രദ്ധയില്ല, വെറും അലസത, കളി, കുരുത്തക്കേട്, അതിനൊക്കെ പിറകിൽ എന്തുണ്ട്? ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ സഹിയായി സ്ഥിരപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? അല്ല എനിക്ക് പോകുമ്പോണ്ട്, ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതും പറഞ്ഞതൊക്കെ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ നമ്മുടെ എല്ലാ പാപങ്ങളും മാപ്പാക്കി ഉന്നതമായ ദർജയിൽ നാളെ റസൂലിൻ്റെ കൂടെ, സഹാബാക്കളുടെ കൂടെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പാപങ്ങളും മാപ്പാക്കി ഖബറിൽ സ്വർഗ്ഗം ആസ്വദിക്കുന്നവരുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അവരെ നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ ഇന്നലെ മരണപ്പെട്ടു പോയ റബീ ബിൻ ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാ വലിയ പണ്ഡിതനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വലിയ വലിയ ദറജകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റഹ്മാനായ റബ്ബ് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അവൻ്റെ അടുത്തവരായി ഖിയാമത്ത് നാളിൽ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.